ഇന്ന് ബ്രേക്ക് ആയപ്പോൾ ഞാനും ഇവരോട് ചായ കുടിക്കാൻ പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ പോകാറില്ലേ സാധാരണ, പക്ഷെ ഇന്ന് ഞാൻ പോകാന്ന് വിചാരിച്ചു. ഞാനും ജമ്മിനും ഫസ്റ്റ് തന്നെ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവര് പിന്നെ പതുക്കെ നടന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സന്ദീപ് ഇപ്പൊ സ്റ്റൈലൊക്കെ മാറ്റിപ്പോ ഒന്നുകൂടെ ഫാഷൻ ആയിട്ടുണ്ട് കേട്ടോ. ഒരു ഉണ്ണിക്കുട്ടനായിട്ടുണ്ടാവൻ. ഇതാണ് കേട്ടോ പ്രീതിച്ച്, ഞങ്ങളുടെ മിസ്സിന്റെ ഫ്രണ്ടും കൂടെ ആണ്. ഞങ്ങൾ ഈ കടയ്ക്ക് വരെ, ഞങ്ങളല്ല ഞാൻ ഈ കടയ്ക്ക് വരെ മെയിൻ കാരണം ഇവര് ഡെയിലി ഇവിടെ വന്ന് വട കഴിച്ചിട്ട് അവിടെ വന്ന് വിളമ്പലാണ് പണി. നല്ല വട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ എനിക്ക് ഒരു കൊതിയപ്പോ ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയതാണ് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ട്. ജിമ്മൻ കഴിക്കാൻ വെച്ച മുട്ടയിൽ ദ്രുത ഒരു ലോടുപ്പും കുരുമുളക് ഇട്ട് അവനെ തീറ്റിക്കാനാണ് കാണുന്നത്. എന്നിട്ട് അവനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവനൊരു പീസ് എടുത്ത് കഴിച്ച് ഉപ്പേ ഇല്ല എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. മോൻ കണ്ടാറ് ലോഡ് ഉപ്പിട്ട് വായിലിരിക്കണം. ബൈ ദ വേ നമ്മൾ പറഞ്ഞു നിർത്തിയത് വടയിലാണല്ലോ. വടനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി വട കേട്ടോ. വന്നത് ഏതായാലും നഷ്ടമായില്ലേ. ഞാൻ ഇങ്ങനത്തെ വട നെന്മാറയിലും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവിടത്തെ പോകുമ്പോൾ കഴിക്കുന്ന സെയിം വടയായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വട കഴിച്ചിട്ടൊന്നും തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഒരു ലോഡ് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു കട്ട്ലേറ്റും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പാമ്പര വഴി കിടക്കണ പോലെ വയറ് തന്നിട്ട് എല്ലാവരും കൂടെ എണിക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ചു നേരം ഇരുന്ന് ഞങ്ങൾ കൈയൊക്കെ കഴുകി ബില്ലും ചെയ്തിട്ട് നാളെ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ഇവർ അവാർഡ് കിട്ടിയ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ചോദിച്ചപ്പോഴാണ് പ്രീതിച്ച് പറഞ്ഞത് ഇതൊന്ന് കേരള വിഷൻ എന്തോ അവാർഡ് കിട്ടിയതായിരുന്നു കേട്ടോ. അവർക്ക് കുറെ അവാർഡും ഫ്രെയിംസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഭയ പറഞ്ഞു ഈ ഒരു ഐറ്റം കൂടെ മേടിച്ച്, എനിക്ക് പേരറിയില്ല ഇതിന്റെ, അതും കൂടെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോരട്ടോ. ഞാനും പിന്നെ ജിമ്മനും ബൈക്കിലാണ്ട് കുറച്ച് റോളായിരുന്നു. അവരൊക്കെ നടന്നിട്ടാണല്ലോ വരല്ലേ. ഞങ്ങൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2 മിനിറ്റ് ദൂരം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. സുരാജ് വന്നിട്ട് സെന്റർ ഫ്രഷ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. സുരാജിന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ പഴയ ഇൻവെർട്ടറാണ് കേട്ടോ അത്. ഇപ്പൊ അവന് ഞങ്ങൾ എല്ലാവരും പോലെ മെരുക്കി എടുക്കുന്നുണ്ട്. റോട്ടിൽ സന്ദീപിന്റെ ഡാൻസും കണ്ട് നേരെ ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ ഒരു മത്സ്യകന്യകം കിടക്കണ്ടായിരുന്നു കേട്ടോ. ക്ലാസ്സിൽ മിസ്സില്ലാത്തോണ്ട് തന്നെ പുറത്തിറങ്ങിയപ്പോൾ മിസ്സിനെ കണ്ടത് പോയതിനെക്കാട്ടി സ്പീഡിൽ തിരിച്ചു കയറിയിട്ടാ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ, സീ യു.